ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ വേദനയിലാണ് ലോകം. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. സംസ്കാര ചടങ്ങിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കർദിനാൾമാരുടെ യോഗം ഇന്ന് ചേരും. മൃതദേഹം നാളെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ എത്തിക്കും. തൻ്റെ കല്ലറ അലങ്കരിക്കരുതെന്നും ഫ്രാൻസിസ് എന്ന പേര് മാത്രമേ കല്ലറയിൽ രേഖപ്പെടുത്താവൂ എന്നും പോപ്പ് പറഞ്ഞിരുന്നതായി വത്തിക്കാൻ പുറത്തുവിട്ട മരണപത്രത്തിൽ. പോപ്പിൻ്റെ സംസ്കാര ചടങ്ങിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയക്കും. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസും, അതുപോലെ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയും, അതുപോലെ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്കാടിയും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം പി ജെയിംസിലേക്ക്. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഈ ലോകത്തെ മുഴുവൻ ദുഃഖത്തിലാക്കിയാണ് ഈ ഇത്രയും ജനകീയനായ പോപ്പ് കടന്നു പോകുന്നത്. ഒരുപക്ഷേ ഇത്രയും ജനങ്ങളുടെ പക്ഷത്തു നിന്ന് സംസാരിച്ച മറ്റൊരു പോപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തൊക്കെയാണ് പി ജെയിംസിന് പറയാൻ കഴിയുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതിൻ്റെ ദുഃഖത്തിലാണ് ലോകം. ഇത് മാത്രമല്ല, റോമിനെ ഉള്ള വത്തിക്കാനിലേക്ക് വലിയ രീതിയിൽ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ദുഃഖവുമായിട്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ എത്തുന്നുണ്ട്. റോമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെത്രാനാണ് കടന്നുപോയത്. അതുപോലെ തന്നെ ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ, 140 കോടി കത്തോലിക്ക വിശ്വാസികളുടെ തലവൻ, അതോടൊപ്പം തന്നെ ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന, ലോകത്തിൻ്റെ മനസാക്ഷിയായിട്ട് അറിയപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നുപോയിരിക്കുന്നു. എസ്കേൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. 2000 വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ 266 മാർപ്പാപ്പമാരാണ് ഉണ്ടായിരിക്കുന്നത്. 266ാമത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഒരുപക്ഷെ ഏറ്റവും ജനകീയനായിട്ടുള്ള മാർപ്പാപ്പ എന്ന് പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, പാവങ്ങളുടെ പക്ഷം ചേരുകയും ദരിദ്രരോടും അഭയാർത്ഥികളോടും പക്ഷം ചേരുകയും യുദ്ധങ്ങൾക്കെതിരെ കടുത്ത നിലപാടെടുക്കുകയും ചെയ്ത, എല്ലാവരെയും ചേർത്ത് നിർത്താൻ ശ്രമിച്ച ഒരു മനുഷ്യ സ്നേഹി കടന്നു പോകുന്നു എന്നുള്ള തരത്തിലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചാനലുകളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഒരുപക്ഷെ ഈസ്റ്റർ എന്ന് പറയുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാൾ. അതിൽ പങ്കെടുത്ത് ഊർബി എറ്റ് ഓർബി എന്ന ലോകത്തിന് ആശീർവാദം നൽകി ആണ് പിറ്റേ ദിവസം ഹൃദയാഘാതം മൂലം മാർപ്പാപ്പ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 1 മാസത്തിലേറെ, ഫെബ്രുവരിയിൽ തുടങ്ങി ആശുപത്രിയിലായിരുന്നു. അവിടുന്ന് ഞാൻ തിരിച്ചു വരില്ല, എനിക്ക് ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ അതിജീവിച്ചാണ് മാർപ്പാപ്പ ഇവിടെ സ്വന്തം വസതിയിലെത്തിയത്. വത്തിക്കാനിലെ വലിയ കൊട്ടാരമുണ്ട് മാർപ്പാപ്പയ്ക്ക്. പക്ഷേ കൊട്ടാരത്തിൽ താമസിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരുടെ ഒരു ഇതിലേക്കാണ്, അവിടുത്തെ ഒരു സ്ഥലത്തേക്കാണ് താമസിക്കാൻ മാറിയത്. അവിടെ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. എന്തായാലും മാർപ്പാപ്പ ലോകത്തിൽ ഇടപെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ വലിയ ചർച്ച മാധ്യമങ്ങളിലൊക്കെ നടക്കുകയാണ്. ഒന്ന്, പ്രധാനമായിട്ട് 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നമ്മൾ പലതവണ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. യുക്രൈൻ യുദ്ധത്തിലും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിലും അതിശക്തമായ നിലപാടെടുത്തൊരു മാർപ്പാപ്പയാണ് കടന്നു പോകുന്നത്. മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം സാധാരണ മാർപ്പാപ്പമാർ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വളരെ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ നിഷ്പക്ഷമായി നിൽക്കുകയോ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ മാർപ്പാപ്പ കൃത്യമായി, പ്രത്യേകം ക്രൈസ്തവ ലോകത്തു നിന്ന് അതിൻ്റെ തലവനായ ഒരാൾ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള പാലസ്തീനെ ആക്രമിക്കുന്നതിനെതിരെ ഇസ്രായേലിന് കടുത്ത വിമർശനം ഇസ്രായേലിനെതിരെ ഉയർത്തിയ മാർപ്പാപ്പയാണ് കടന്നുപോയത്. എന്ന് മാത്രമല്ല, അവസാന സന്ദേശം, ഈസ്റ്റർ ദിനത്തിലെ സന്ദേശം തന്നെ ഉക്രൈനിലെയും അതുപോലെ തന്നെ ഗസയിലെയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു കാര്യം കൂടി ഹമാസിനോടും പറഞ്ഞിരുന്നു, ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കണം. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ക്രൂരമായിട്ടുള്ള ആക്രമണം നിർത്തണം, ഉക്രൈനിലെ യുദ്ധം റഷ്യ അവസാനിപ്പിക്കണം തുടങ്ങിയിട്ട് ലോകത്തിന് മുഴുവൻ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം നൽകി പിറ്റേ ദിവസം കടന്നു പോകുന്നു. ഒരുപക്ഷെ ഈസ്റ്റർ ദിനത്തിലെ ഈ ദിനത്തിന് വേണ്ടിയായിരുന്നു ആശുപത്രിയിൽ നിന്ന് മടങ്ങി വന്നത് എന്ന് പോലും ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും 9 ദിവസത്തെ ദുഃഖാചരണം നടക്കുകയാണ്. ഇന്ന് കൂടുന്ന കർദിനാൾമാരുടെ യോഗത്തിൽ എന്നാണ് സംസ്കാരം നടക്കേണ്ടതിനെക്കുറിച്ചുള്ള തീരുമാനമുണ്ടാവും. എന്തായാലും വത്തിക്കാന് പുറത്ത്, സാധാരണ മാർപ്പാപ്പമാരെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് അടക്കം ചെയ്യുന്നത്. പക്ഷേ വത്തിക്കാന് പുറത്ത്, കാരണം 108 ഏക്കർ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം റോമും ഇറ്റലിയുമാണ്. റോമിലെ സെന്റ് മേരി പള്ളിയിൽ വെച്ചാണ് അദ്ദേഹത്തെ കബറടക്കുന്നത്. എന്തായാലും മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ലോകത്തിൻ്റെ ചരിത്രം, ഒപ്പം തന്നെ കത്തോലിക്ക സഭയുടെ മൊത്തം ചരിത്രം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. സ്വവർഗ അനുരാഗികളെ കൂടെ കൂട്ടാൻ പാടില്ല
അല്ലെങ്കിൽ അവരെ തിരസ്കരിക്കുന്ന ഒരു നയത്തിൽ നിന്ന് സ്വവർഗ അനുരാഗികളും മനുഷ്യരാണ്, അവർക്ക് ഫിസിയോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, അവരെ ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞൊരു മാർപ്പാപ്പ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലപാടെടുത്തൊരു മാർപ്പാപ്പ. SKN ഏറ്റവും കൂടുതൽ ഇതിൽ കാണേണ്ടത് കോടിക്കണക്കിന് അഭയാർത്ഥികൾ പല രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നു. യൂറോപ്പ് അവിടെ വാതിൽ കൊട്ടിയടയ്ക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ യൂറോപ്പിലെ ക്രൈസ്തവർക്ക് മാത്രമല്ല മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളായിട്ട് എത്തിയത്, അവരെ പ്രവേശിപ്പിക്കണം, അവർക്ക് ജീവിക്കാൻ അവസരം കൊടുക്കണം എന്ന് പറഞ്ഞൊരു മാർപ്പാപ്പ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എല്ലാ മതവിശ്വാസികളും 200 കോടി വരുന്ന ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വലിയൊരു താരമായിരുന്നു എന്ന് തന്നെ പറയാം. ഇറാഖിലേക്ക് പോയപ്പോൾ എല്ലാവരും പറഞ്ഞു മാർപ്പാപ്പ കൊല്ലപ്പെടാൻ അങ്ങോട്ട് പോകരുത്. മാർപ്പാപ്പ പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്താണ് പോകുന്നത്. അങ്ങനെ ഇറാഖിൽ ഏറ്റവും മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇറാഖ് അടക്കം 14 രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തിയ മാർപ്പാപ്പയാണ്. മൊത്തം 65ഓളം രാജ്യങ്ങളിലേക്ക് പോയതിൽ ഇത്രയും ചെറിയ കാലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കാലം പോയ മാർപ്പാപ്പ എന്ന് പറയുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. അതേ പക്ഷേ 27 വർഷം മാർപ്പാപ്പയായിരുന്നു. ഈ 12 വർഷം കൊണ്ട് ഏതാണ്ട് ശരാശരി നോക്കിയാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഞ്ചരിച്ചതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങൾ, ശരാശരി കൂടുതലല്ല പറയുന്നത്, ശരാശരിയിൽ ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയായിരിക്കും കൂടുതൽ സഞ്ചരിച്ചിരിക്കുക. എന്തായാലും മാർ ജോർജ് കുവക്കാട്, നമുക്കറിയാം SKN അദ്ദേഹത്തെ കർദിനാളായിട്ട് വാഴിച്ചത് നമ്മൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. സന്തത സഹചാരിയായിരുന്നു യാത്രകളിലൊക്കെ. മാർപ്പാപ്പയുമായിട്ട് ഈ ഈസ്റ്ററിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് അവസാന കോള് വന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഈ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെയുള്ള ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചാണ് ഏറ്റവും അവസാനം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചതെന്ന് കുവക്കാടും മറ്റുള്ളവരും പറയുണ്ടായി. SKN